ഇത്തവണത്തെ പെരുന്നാളിന് നിങ്ങൾ അറിഞ്ഞോ എല്ലാരും കുട്ടന്റെ പിറകെയാണ് ഓട്ടം എന്ന്. അതറിഞ്ഞോണ്ടാണ് ഞാനും പിന്നാലെ ഓടിയത്. എന്തായാലും ഓട്ടം വെറുതെ ആയില്ലാട്ടാ. 1 കിലോ കുട്ടനിലേക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഉപ്പിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് 1 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ച് പാതി അങ്ങോട്ട് വേവിച്ചെടുക്കാം. ഇനി സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തൊരു പാനിലേക്ക് പച്ചമുളക്, പെരുംജീരകം, കറിവേപ്പില ഇട്ട് ഒരു 5 സവാള നൈസായി അരിഞ്ഞത് ഇട്ട് നല്ലപോലെ വഴന്ന് കഴിയുമ്പോൾ ഒരു 2 തക്കാളിയും 1 സ്പൂൺ നിറയെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇട്ട് വഴന്ന് വരുമ്പോൾ ഒരിത്തിരി മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മുഴുവൻ കുരുമുളക്, മല്ലിയില, ഒരു 1/2 മുറി നാരങ്ങയുടെ നീര്, 1 കപ്പ് പുളിയില്ലാത്ത തൈര് ഇത്രയും ചേർത്ത് നല്ലോണം തന്നെ മിക്സ് ആക്കിയിട്ട് പാതി വെന്തിരിക്കുന്ന നമ്മുടെ മോരിക്കുട്ടനെ അതിലേക്ക് തട്ടി നല്ലോണം തന്നെ അങ്ങോട്ട് വേവിച്ചെടുക്കാം. ഇനി എന്ത് ചെയ്യണം, വേറൊരു പാനിൽ ഒരിത്തിരി നെയ്യ് ഒഴിച്ച് കുറച്ച് ഹോൾ സ്പൈസസും അണ്ടിപ്പരിപ്പ്, മല്ലിയില, പുതിനയില, ക്യാരറ്റ് ഇട്ട് ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ദമ്മിടുമ്പോൾ ഇടയിലിടാനാണ്. ഇനി വെന്ത ഇറച്ചിയുടെ മുകളിലേക്ക് വേവിച്ച് വെച്ചാർന്ന ജീരകശാല റൈസ് ഇട്ട് വഴറ്റിയ മിക്സ് ഇട്ട് വീണ്ടും എന്തിടണം, റൈസ് ഇടണം. ലാസ്റ്റ് മുകളിലായിട്ട് ഒരിത്തിരി മല്ലിയിലയും നെയ്യും ഒരിത്തിരി സൺഫ്ലവർ ഓയിലും കൂടി ഒഴിക്കാം. ഇങ്ങനെയാണ് അത്രേ കല്യാണ വീടുകളിൽ ചെയ്യുക. എന്നിട്ട് ദമ്മിട്ടെടുത്താൽ കല്യാണ വീട്ടിലെ കുട്ടൻ ബിരിയാണി സെറ്റ്. അപ്പൊ എങ്ങനെയാ ഈ പെരുന്നാളിനതല്ലേ?